പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ ഡാറ്റ അനാലിറ്റിക്സ് യൂസിംഗ് പൈത്തൺ എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ഒന്നാമത്തെ മോഡ്യൂൾ ഉൾപ്പെടുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൈത്തൺ എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഗൈഡോ വാൻ റസം. ഗൈഡോ വാൻ റസം എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. പൊതുവെ ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റ അനാലിറ്റിക്സ് പോലെയുള്ള പ്രക്രിയകൾക്ക് വേണ്ടിയാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്. പലപ്പോഴും പ്രോഗ്രാമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നു. ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, കൃത്യമായ രൂപത്തിൽ പ്രോസസ് ചെയ്ത് ഒരു റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെയാണ് പലപ്പോഴും പ്രോഗ്രാമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രോഗ്രാമർ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നു. സോ എ പ്രോഗ്രാം ഇന്ററാക്ട്സ് വിത്ത് ദ യൂസർ ടു അക്കംപ്ലിഷ് എ ടാസ്ക് യൂസിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് യൂസർ പ്രോഗ്രാമുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമർ ഇൻപുട്ട് കൊടുക്കുന്നു, കീബോർഡ് ഉപയോഗിച്ച് കൊടുക്കുന്നു, പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്യുന്നു, ആ ഒരു ഇൻപുട്ട് ഉപയോഗിച്ച് പ്രോസസിംഗ് പെർഫോം ചെയ്യുന്നു, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സോ ദി ഇൻപുട്ട് ഫംഗ്ഷൻ ഹെൽപ്സ് ടു എൻ്റർ ഡാറ്റ. പൈത്തണിൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദ ഇൻപുട്ട് ഫംഗ്ഷൻ ഹെൽപ്സ് ടു എൻ്റർ ഡാറ്റ ആൻഡ് ദ ഔട്ട്പുട്ട് ഫംഗ്ഷൻ പ്രിന്റ് ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് പ്രോഗ്രാം ഓൺ ദ സ്ക്രീൻ. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോസസ്സിംഗിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പ്രിന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദ ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അക്സെപ്റ്റ് ഡാറ്റ ആസ് ഇൻപുട്ട് അറ്റ് റൺ ടൈം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ റൺ ടൈമിൽ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. The input function reads a value from the screen and converts it into a string. ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്ന ഡേറ്റയെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനിയും ഇൻപുട്ട് ഫംഗ്ഷന്റെ സിന്റാക്സ് ഇതാണ്: ഇൻപുട്ട് പ്രോംപ്റ്റ് സ്ട്രിംഗ്. വേരിയബിൾ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പ്രോംപ്റ്റ് സ്ട്രിംഗ്. അവിടെ പ്രോംപ്റ്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ് ആണ്. വേരിയബിൾ നമുക്കറിയാം എവിടെയാണ് ആ ഒരു എൻ്റർ ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതാണ് വേരിയബിൾ. നമുക്കറിയാം വേരിയബിളിന്റെ വാല്യൂ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ മാറുന്നു. അത്തരം ഡാറ്റയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ദ ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അക്സെപ്റ്റ് ഡാറ്റ ത്രൂ ദ യൂസർ അറ്റ് റൺ ടൈം. ദ ഇൻപുട്ട് ഫംഗ്ഷൻ കൺവേർട്സ് ദ ഡാറ്റ ഇൻടു സ്ട്രിംഗ് ആൻഡ് ഇറ്റ് റിട്ടേൺസ് ഇറ്റ് ടു ദ കോളിംഗ് പ്രോഗ്രാം. ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയെ സ്ട്രിംഗിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം കോൾ ചെയ്യുന്ന പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. The syntax of input function is variable is equal to input prompt string. നമ്മുടെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, ഏജ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ യുവർ ഏജ്. അവിടെ എൻ്റർ യുവർ ഏജ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പ്രോംപ്റ്റ് സ്ട്രിംഗ് ആണ്. അവിടെ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയെ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ദ ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ്സ് എ വാല്യൂ ഫ്രം ദ സ്ക്രീൻ ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു സ്ട്രിംഗ്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഏതൊരു ഡേറ്റയാലും ഇൻപുട്ട് ഫംഗ്ഷൻ ആ ഒരു ഡേറ്റയെ ഒരു സ്ട്രിങ്ങിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡേറ്റയെ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഈ രണ്ട് ഫംഗ്ഷനുകളെ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നു. എ ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഇതാണ് ഫംഗ്ഷന്റെ ഒരു ഡെഫിനിഷൻ. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പൊതുവെ പൈത്തണിൽ ഫംഗ്ഷനുകളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്നും അല്ലെങ്കിൽ ലൈബ്രറി ഫംഗ്ഷൻ എന്നും, രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സോ ദ ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ്സ് എ വാല്യൂ ഫ്രം ദ സ്ക്രീൻ ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻടു എ സ്ട്രിംഗ് ആൻഡ് റിട്ടേൺസ് ഇറ്റ് ടു ദ കോളിംഗ് പ്രോഗ്രാം. To convert the user input into a number, we can use int or float function. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി
അല്ലെങ്കിൽ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. നമ്മുടെ എക്സാമ്പിൾ നോക്കാം. നം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എന്റർ എ നമ്പർ. അവിടെ എന്റർ എ നമ്പർ എന്ന പ്രോംപ്റ്റ് സ്ട്രിംഗ് ആണ്. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു നമ്പർ റീഡ് ചെയ്യുന്നു. ആ നമ്പറിനെ അല്ലെ ആ ഡേറ്റയെ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്റ് എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഹിയർ ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ യൂസർ ഇൻപുട്ട് ഈസ് കൺവേർട്ടഡ് ഫ്രം സ്ട്രിംഗ് ടു ഇന്റിജർ. ഡിഫോൾട്ട് ആയിട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്ന ഡേറ്റയെല്ലാം സ്ട്രിംഗിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രിംഗിലോട്ട് കൺവേർട്ട് ചെയ്ത ഡേറ്റയെ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്റ് എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. So if the input function is used to read a data from the user. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്രിന്റ് ഫംഗ്ഷൻ. ഇൻ പൈത്തൺ ദ പ്രിന്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ റിസൾട്ട് ഓൺ ദ സ്ക്രീൻ. നമ്മുടെ പ്രോഗ്രാം ഡേറ്റ റീഡ് ചെയ്തു. ആ ഡേറ്റ നമ്മുടെ പ്രോഗ്രാമിൽ എഴുതിയേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്തു റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു. അങ്ങനെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്രിന്റ് ഫംഗ്ഷൻ. പ്രിന്റ് ഫംഗ്ഷന്റെ ഒരു സിന്റാക്സ് ഉണ്ട്, ഒരു പൊതുഘടനയുണ്ട്. ഏതൊരു ഫംഗ്ഷൻ നോക്കിയാലും അതിലൊരു ഘടനയുണ്ട്. അത്തരം ഘടനയാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഗ്രാമറിനെയാണ് നമ്മൾ സിന്റാക്സ് എന്ന് പറയുന്നത്. പ്രിന്റ്, ഒബ്ജക്റ്റ്, സെപ്പറേറ്റർ, എൻഡ്, ഫയൽ, ഫ്ലഷ്. ഇത്രയുമാണ് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ്. ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന വാല്യൂസിനെ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഒബ്ജക്റ്റ് ആണ്, രണ്ടാമത്തെ സെപ്പറേറ്റർ, മൂന്നാമത്തെ എൻഡ്, നാലാമത്തെ ഫയൽ എന്ന് പറയുന്ന പാരാമീറ്റർ, അഞ്ചാമത്തെ ഫ്ലഷ് എന്ന് പറയുന്ന പാരാമീറ്റർ. അങ്ങനെ 5 പാരാമീറ്റർ ആണ് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്തുള്ള പൊതുഘടന. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യേണ്ട വാല്യൂസിനെ സൂചിപ്പിക്കുന്നു. SCP എന്ന് പറയുന്നത് സെപ്പറേറ്ററിനെ സൂചിപ്പിക്കുന്നു. ഡിഫോൾട്ട് ആയിട്ട് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കോമ ഇട്ട് കൊടുത്താലും സെപ്പറേറ്ററിനകത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. SCP ഈസ് ഈക്വൽ ടു കോമ എന്ന് കൊടുത്താൽ ഓരോ വാല്യൂസും നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പർട്ടിക്കുലർ തിങ് ആഫ്റ്റർ ദ വാല്യൂ ആർ ടു ബി പ്രിന്റ്. പ്രിന്റ് ചെയ്തതിനു ശേഷം ഏത് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തെ നമ്മൾ എൻഡ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്യുന്നു. ഡിഫോൾട്ട് ആയിട്ട് /n ആണ്. അതായത് ഓരോ പ്രിന്റ് ശേഷവും അടുത്ത ഔട്ട്പുട്ട് അടുത്ത ലൈനിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഫയൽ സ്പെസിഫൈസ് വെയർ ടു ഡിസ്പ്ലേ ഔട്ട്പുട്ട്. എവിടെയാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഫയൽ. ഫ്ലഷ് സ്പെസിഫൈസ് ദ വാല്യൂ ഓഫ് ബഫർ. ബഫറിന്റെ വാല്യൂ ആണ് ഫ്ലഷ് എന്ന് പറയുന്ന പാരാമീറ്റർ സ്പെസിഫൈ ചെയ്യുന്നത്. അങ്ങനെ 5 വ്യത്യസ്തമായ പാരാമീറ്റർ ആണ് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രിന്റ് ഫംഗ്ഷന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നോക്കിയാൽ പലപ്പോഴും പ്രിന്റ് ഫംഗ്ഷനിൽ നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. ഇൻ ദ പ്രിന്റ് ഫംഗ്ഷൻ വി ക്യാൻ യൂസ് പ്ലസ് ഓർ കോമ സിമ്പിൾ ടു കമ്പൈൻ 2 or more സ്ട്രിംഗ്. ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രിന്റ് എന്ന ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ നമുക്ക് പ്ലസ് അല്ലെങ്കിൽ കോമ എന്ന സിമ്പിൾ യൂസ് ചെയ്യും. സോ ദ പ്രിന്റ് ഫംഗ്ഷൻ we can use plus or comma symbol to combine 2 or more string. ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി പ്രിന്റ് ഫംഗ്ഷനിൽ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ we can use a comma symbol or we can use a backslash. ഇത്തരം ക്യാരക്ടേഴ്സിനെ നമ്മൾ പൊതുവെ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. So we can combine 2 strings by using a plus symbol or we can use a comma symbol to combine 2 strings in print function. Print എന്ന ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ നമുക്ക് 2 സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കോമ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യാം. ഈ 2 സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യാം. ഇത് 2 ഉപയോഗിക്കുമ്പോൾ 2 വ്യത്യസ്തമായ രൂപത്തിലാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. If we are using plus symbol, then there will be no space between the 2 words. നമ്മൾ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് 2 സ്ട്രിങ്ങിലെ കമ്പൈൻ ചെയ്താൽ ആ 2 സ്ട്രിങ്ങുകൾ തമ്മിൽ സ്പേസ് വരുന്നില്ല.
എന്നാൽ ഒരു കോമ ഉപയോഗിച്ച് നമ്മൾ സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്താൽ there will be a space between two strings. കോമ ഉപയോഗിച്ച് നമ്മൾ സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്താൽ ആ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ഒരു സ്പേസ് വരുന്നു. എന്നാൽ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചാൽ അവിടെ ഒരു സ്പേസ് വരുന്നില്ല. സോ in the print function we can either use plus or comma symbol to combine two or more strings. If we use comma to combine the strings, then there will be a space between the two strings. If we are using the plus symbol, then there will be no space between the two words. So in Python we can use the print function to display the result to the user. നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. പ്രിന്റ് ഗുഡ് മോർണിംഗ്, പ്രിന്റ് ഇറ്റ് ഈസ് റെയിനി ടുഡേ. ഇവിടെ രണ്ട് വ്യത്യസ്തമായ ലൈനുകളാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. കാരണം ഓരോ പ്രിന്റ് ഫംഗ്ഷനും ശേഷം അടുത്ത പ്രിന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അടുത്ത ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് അടുത്ത ലൈനിലാണ്. കാരണം ഡിഫോൾട്ട് എന്ന് പറയുന്നത് ന്യൂ ലൈനാണ്. ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ രണ്ട് വ്യത്യസ്തമായ ലൈനുകളിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. കാരണം ഓരോ പ്രിന്റ് ഫംഗ്ഷനും ശേഷം അടുത്ത പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂസ് അടുത്ത ലൈനിലാണ് ഡിഫോൾട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിന്റ് ഫംഗ്ഷന്റെ എൻഡ് വാല്യൂ എന്ന് പറയുന്നത് /n ആണ്. In the above example, the print statements only include object to be printed. Print ചെയ്യുന്ന ഒബ്ജക്റ്റ് മാത്രമാണ് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ the end value will be /n. ഡിഫോൾട്ട് വാല്യൂ ആയ /n കൂടി അതിന്റെ കൂടെ വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രണ്ട് വ്യത്യസ്തമായ ലൈനുകളിലാണ് ആ രണ്ട് സ്ട്രിങ്ങുകളും പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് സ്ട്രിങ്ങുകളെ നമുക്ക് ഡബിൾ കോട്ട്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് പൈത്തണിന്റെ ഒരു പ്രത്യേകത. പൈത്തണിൽ സ്ട്രിങ്ങുകളെ നമുക്ക് ഒന്നുകിൽ സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. എന്നാൽ ഒരു പ്രിന്റ് ഫംഗ്ഷന്റെ എൻഡ് വാല്യൂ എന്ന് പറയുന്ന ഡിഫോൾട്ട് ആയിട്ട് /n ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് സെക്കൻഡ് ഔട്ട്പുട്ട് വിൽ ബി പ്രിന്റഡ് ഇൻ എ ന്യൂ ലൈൻ. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് വ്യത്യസ്തമായ ലൈനുകളിൽ ആ രണ്ട് സ്ട്രിങ്ങുകൾ പ്രിന്റ് ചെയ്തത്. കാരണം ദ എൻഡ് വാല്യൂ ഫോർ എ പ്രിന്റ് ഫംഗ്ഷൻ ബൈ ഡിഫോൾട്ട് ഈസ് /n. /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. /n /3 പോലെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയും. പലപ്പോഴും ഔട്ട്പുട്ടിനെ കൃത്യമായി ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അത്തരം ക്യാരക്ടേഴ്സിനെ പൊതുവെ പറയുന്ന പേരാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയും. So the end value for print function by default will be /n. അടുത്ത നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. Printing parameters for string by end value. ഒരു end value ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് ഗുഡ് മോർണിംഗ് end equal to space it is rainy today എന്ന് അടുത്തൊരു പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു. നമ്മുടെ പൈത്തൺ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിൽ ഗുഡ് മോർണിംഗ് ഇറ്റ് ഈസ് റെയിനി ടുഡേ എന്ന് വരുന്നു. കാരണം നമ്മൾ അവിടെ ഒരു എൻഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ സ്പെസിഫൈ ചെയ്തു. ഡിഫോൾട്ട് ആയിട്ട് എൻഡ് എന്ന് പറയുന്നത് /n ആണ്. നമ്മൾ സ്പെസിഫൈ ചെയ്ത അവസരത്തിൽ അവിടെ ആ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം ആ രണ്ട് സ്ട്രിങ്ങുകളും ഒരു ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്തു. കാരണം നമ്മൾ ഒന്നാമത്തെ പ്രിന്റിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മൾ end is equal to space എന്ന് കൊടുത്തു. അതായത് ഒന്നാമത്തെ സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത സ്ട്രിങ് എന്ന് പറയാം അതേ ലൈനിൽ തന്നെ ഒരു സ്പേസ് വന്ന് പ്രിന്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആ ഒരു പ്രോഗ്രാം കോഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ end എന്ന് പറയുന്ന പാരാമീറ്റർ പ്രിന്റിൽ ഉൾപ്പെടുത്തി. end എന്ന് പറയുന്ന പാരാമീറ്റർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ ആയ /n എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത പ്രിന്റ് ഫംഗ്ഷൻ അടുത്ത ലൈനിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ end equal to space എന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ആ രണ്ട് പ്രിന്റും സ്റ്റേറ്റ്മെന്റുകളും ഒരു ലൈനിൽ തന്നെ സ്പേസ് വന്ന് പ്രിന്റ് ചെയ്യുന്നു. സോ ദ പ്രിന്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് പ്രോസസിംഗ് ഇൻ പൈത്തൺ. The input function is used to accept data from the user.
അങ്ങനെ യൂസർ പ്രോഗ്രാമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് യൂസ്ഡ് ടു ഇന്ററാക്ട് എ പ്രോഗ്രാമർ വിത്ത് ദ പ്രോഗ്രാം, അല്ലെങ്കിൽ യൂസർ വിത്ത് ദ പ്രോഗ്രാം. യൂസർ പ്രോഗ്രാമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. പൈത്തണിലെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രിന്റ് ആണ്. The input statement is used to read data. The print statement is used to display the result.